കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഗവി. വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നിട്ടും അങ്ങേയറ്റം ദുരിതം പേറിയാണ് ഗവിയുടെ മലയോര മേഖലയിലെ ലയങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതം. പുറം ലോകവുമായി ബന്ധപ്പെടാൻ മൊബൈൽ ഫോൺ റേഞ്ച് പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴും ഇവർക്ക് അന്യമാണ്. ഇവിടെ എല്ലാ ഏലത്തോട്ട തൊഴിലാളികളാണ്. അവർക്ക് ഒരു 500 രൂപ മാത്രം, 520 രൂപ മാത്രം അന്ന് പോയാലേ കൂലി, അല്ലെങ്കിൽ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇല്ലെന്ന് വെച്ചാൽ റേഞ്ച് ഇല്ല. വല്ലപ്പോഴും ഒരിക്കൽ റേഞ്ച് കാണത്തേ ഉള്ളൂ. റേഞ്ചിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട്, വണ്ടിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. തോട്ടം മേഖലയിലെ ഏലക്കാട്ടിൽ അന്നം തേടി പോകുമ്പോൾ തിരികെ വീട്ടിലെത്തുമോ എന്ന ആധി ഗവിയിലെ ഓരോരുത്തർക്കുമുണ്ട്. 525 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഇതിനുവേണ്ടി ജീവനും കയ്യിൽ പിടിച്ചാണ് കാടും മേടും താണ്ടിയുള്ള യാത്ര. അടച്ചുറപ്പുള്ള വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴും ഇക്കൂട്ടർക്ക് അന്യം. അട്ട ഭയങ്കര പുളി ശല്യം. പിന്നെ ഇതുപോലെ കോട്ടത്തിലെ പില്ലി സട്ട അകത്ത് പറഞ്ഞാൽ ഈ ആന തുമ്പ് കൈയിട്ട് ഉടയ്ക്കും. ഇതൊക്കെ പാമ്പ് അകത്ത് കിടക്കും. മഴ പെയ്താൽ വീട് ചോർന്നൊലിക്കും. നല്ലൊരു ശുചിമുറി പോലും ഇവർക്കില്ല. തിരഞ്ഞെടുപ്പ് കാലമായാൽ വോട്ട് ചോദിച്ച് നേതാക്കൾ വന്നുപോകും. പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. നമുക്ക് ഇവിടുത്തെ സ്ഥലം മേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ ഒന്നും പഠിക്കാം, പിള്ളേർ പഠിക്കുന്ന പോലെ സ്ഥിതി പോലെയില്ല. പുറത്ത് വരേ ഉള്ളൂ. ഇപ്പോൾ അതൊക്കെ പ്രശ്നമുണ്ട്. സീതത്തോട്ടിൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഈ സീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 50 കൊല്ലമായി ഈ എസ്റ്റേറ്റ് തുടങ്ങിയിട്ട് 50 അപ്പം ഇട്ടതാണ്. ഗവിയിലെ കാഴ്ചകൾ കാണാനെത്തുന്നവർ മഞ്ഞും മലയും മഴയും ആസ്വദിച്ചു പോകും. അവർക്കാർക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ടറിയില്ലല്ലോ എന്ന ചോദ്യവും ഗവിയിലുള്ളവർക്കുണ്ട്. ഇതൊരു വനമേഖലയല്ലേ, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പോകുന്നവർക്ക് ആസ്വദിക്കാന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച് ഇതിന് മുമ്പേ ഇരുന്നതെക്കാളും ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ചാൽ മൊത്തം വനമേഖല ആയിപ്പോയി, മൃഗങ്ങളുടെ ശല്യമായിപ്പോയി. ഇത്രയും ദിവസം മനുഷ്യനെ കൊണ്ട് ഒരു പേടിയില്ലായിരുന്നു, മൃഗത്തിന് മാത്രമേ പേടിയുള്ളായിരുന്നു. പക്ഷേ ഇപ്പം മനുഷ്യനെ കൊണ്ടും പേടിയായിപ്പോയി. സഞ്ചാരികൾക്ക് ഗവി സമ്മാനിക്കുന്നത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകൾ. പക്ഷേ ലയങ്ങളിൽ താമസിക്കുന്ന 60-ലധികം കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ നേർചിത്രം മറ്റൊന്നാണ്. സഞ്ജയ് ഇഖ്ബാലിനൊപ്പം ഗവിയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.